ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനായിട്ട് സംസാരിക്കണമെങ്കില്, ഞാനായിട്ട് ജീവിക്കണമെങ്കില് നീ ഇതൊന്നും കാണിച്ചു കൂട്ടിയാ പോരാ. എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നിനക്ക് ഗാഥയാവാൻ പറ്റില്ല. സിനി, ഞാനിപ്പോ വരാം. കണ്ടോ, ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എത്ര ശ്രമിച്ചാലും ആ കുട്ടിയെ പോലെ ആവാൻ പറ്റില്ലാന്ന്. പിന്നെ ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം? മിണ്ടി പോരുത്. ഉള്ള സമയം കൊണ്ട് ഗാഥമേടെ എങ്ങനെയാണോ അങ്ങനെയാകാൻ പഠിക്ക്. ആവശ്യമില്ലാത്ത നിന്റെ ആ കുട്ടനാട്ടിലെ ഭാഷയുണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് എടുക്കണ്ട. മോളെ, നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന ഒരു ആൾമാറാട്ടം ഇത്. എല്ലാം തീർന്നു എന്നാ ഞാൻ കരുതിയേ. അവളപ്പ അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊ നമ്മള് രക്ഷപ്പെട്ട് നിക്കുക. ഓക്കെ മമ്മി, നവീൻ കരുതിയത് ഞാനെന്തോ സ്റ്റൈല് മാറ്റി സംസാരിച്ചു എന്നാ. അതിനവൻ ഓക്കെ പറഞ്ഞു. നാളെ നേരിട്ട് കാണുമ്പോ നവീൻ അത് ഡിമാൻഡ് ചെയ്യും. ഹിസ് ലവ് ഗാഥ ശ്രീനിവാസ്. നീ എന്നെ പോലെ ബിഹേവ് ചെയ്യാൻ അവളെ കൊണ്ട് 10 ജന്മെടുത്താലും പറ്റുമോ? മോളെ റിലാക്സ്. നിനക്ക് വേണ്ടി മാത്രാ, നിങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാ. അപ്പൊ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യേണ്ടത് മോള് തന്നെയല്ലേ? എനിക്കറിയില്ല മമ്മി, എന്താന്ന് വെച്ച ചെയ്. പക്ഷെ ഇവളെ കൊണ്ട് നവീൻ എനിക്ക് നഷ്ടപ്പെട്ട ഇവളെ ഞാൻ കൊല്ലും. ഒന്നും സംഭവിക്കില്ല. എല്ലാം നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് തന്നെ നടക്കും. എന്നെ ഒന്ന് വിശ്വസിക്കുമോളെ. ഗോപാലേട്ടാ, നീ കൃഷ്ണയാണല്ലോ വിളിക്കുന്നേ. ഹലോ ഗോപാല മാമ. എന്താ മോളെ, മോളെന്തിനാ കരയുന്നേ? എനിക്കിവിടെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗോപാല മാമ. എന്തു പറ്റി? സിത്താര മേഡം വല്ലതും പറഞ്ഞോ? സിത്താര മാഡം കാരണമല്ല, അവർക്കൊരു മകളില്ലേ ഗാഥ. ആ കുട്ടിയുടെ അഹങ്കാരം സഹിക്കാൻ പറ്റാത്തത്. മോൾ അതൊന്നും കാര്യമാക്കണ്ട. എങ്ങനെയാ അത് കാര്യമായിട്ട് എടുക്കാതിരിക്കാൻ പറ്റുക? എന്റെ രൂപത്തില് ഒരു മാറ്റമില്ലാത്ത ഒരാൾ മുന്നിൽ വന്ന് നിക്ക.